നമസ്കാരം. അനിൽ പെരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഡ്രീം ഫുൾഫില്ലിങ്ങിന്, സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായ ഓരോ സ്റ്റെപ്പുകളായി പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ആദ്യമായി നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നിർവചിക്കുക അഥവാ സ്വയം ഡിസൈഡ് ചെയ്യുക. നമ്മുടെ ആഗ്രഹം അഥവാ ലക്ഷ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ എഴുതിയിടേണ്ടതാണ്. വളരെ ഭംഗിയുള്ള ഒരു നോട്ട്ബുക്കിൽ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ നമ്മുടെ ഡ്രീം എന്താണെന്നുള്ളത് എഴുതിയിടുക. നിത്യവും ഒരു പ്രാവശ്യമെങ്കിലും ആ ഡ്രീം എഴുതിയിട്ടത് നമ്മൾ എടുത്ത് വായിച്ചു നോക്കേണ്ടതാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യമാകുന്ന ഡ്രീം നിരന്തരമായി ആവർത്തിക്കുന്നതിലൂടെ സ്ഥിരപ്പെടുകയാണ്. ഉപബോധ മനസ്സിൽ നമ്മുടെ സ്വപ്നം സ്ഥിരമാവുകയാണ്. അതിനെപ്പറ്റിയുള്ള ആശയം നമ്മുടെ ഉപബോധ മനസ്സിൽ കൂടുതൽ കൂടുതൽ വേരുറയ്ക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് ഫലം. അപ്പം നമ്മൾ ഡ്രീം എഴുതിയിടുന്നു, നിത്യവും അതെടുത്ത് വായിക്കുന്നു. ഇനി പിന്നീട് നമ്മൾ പറഞ്ഞത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മലയാളത്തിലുള്ള വേർഷൻ മനക്കണ്ണിൽ കാണുക എന്നാണ്. പലരും മനസ്സിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഭാവന ചെയ്യാറുണ്ട്. മനസ്സിൽ ഒരു ചലച്ചിത്രം എന്നതുപോലെ തങ്ങൾക്ക് വളരെ പാഷനുള്ള കാര്യങ്ങൾ നിരന്തരം കാണുന്ന ചിലരുണ്ട്. അത് ഏകാന്തത അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് വർക്കൊന്നുമില്ലാതെ ഇരിക്കുന്ന ലെഷർ ടൈമിലും ആണ് ഇങ്ങനെയുള്ള ദിവാസ്വപ്നങ്ങൾ കാണുന്നത്. പണ്ടുള്ളവർ ഇതിനെ ദിവാസ്വപ്നം അല്ലെങ്കിൽ പകൽ സ്വപ്നം എന്നൊക്കെ പറയുമെങ്കിലും ആധുനിക മനഃശാസ്ത്രത്തിൽ അതിന് വലിയ സ്ഥാനമാണുള്ളത്. പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് നല്ലതുപോലെ ഇങ്ങനെ ഭാവന ചെയ്യുന്നവർക്ക് എന്താണോ തങ്ങൾ ഭാവന ചെയ്യുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിട്ട് ഒരുപാട് നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രായോഗികവും യാഥാർത്ഥ്യ തലത്തെ ആശ്രയിച്ചുള്ളതുമായ ഒരു ദിവാസ്വപ്നം നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിക്കുന്നു എന്നാണ് അതിൽ നിന്നും വെളിവാകുന്നതായ സത്യം. അപ്പം അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ വിഷ്വലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് നമ്മൾ ബോധപൂർവം നമ്മളുടെ ആഗ്രഹം എന്താണോ, എന്തായിത്തീരാനാണോ, എന്തെന്ത് ലക്ഷ്യങ്ങളാണോ അത് നാം നേടുന്നതായിട്ട് മനസ്സിൽ തീവ്രമായി ഭാവന ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ പതികയില്ല. പകരം നിരന്തരമായി ദിവസങ്ങളോളം ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഭാവന പതുക്കെ പതുക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ വേരുറയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കുറച്ചുനാൾ തുടരെ ഇത് ചെയ്തു കഴിയുമ്പോൾ പിന്നീട് എന്നും അത് ഭാവന ചെയ്യുന്ന ആ സമയമാകുമ്പോൾ സ്വയം അറിയാതെ ആ ഒരു ഭാവന നമ്മളുടെ ഉള്ളിൽ തനിയെ വിരിഞ്ഞു വരുന്നതാണ്. ഇനി ഈ വിഷ്വലൈസേഷന് മുമ്പാണ് നമ്മുടെ വൈജയന്തി മെഡിറ്റേഷന്റെ ഭാഗമായ പ്രാണായാമക്രിയ. അതാണ് ശ്വസന നിയന്ത്രണ വ്യായാമമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം റിലിജിയസ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നവർ
അതും ചെയ്യുക. അതിനുശേഷം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്മളുടെ ഡ്രീം എന്താണോ അത് കുറച്ചു നേരം തുടർച്ചയായിട്ട് മനസ്സിൽ വായിക്കണം. അതിനുശേഷം ഒരിടത്ത് സ്റ്റഡി ആയിട്ടിരിക്കുക. ഒന്നുകിൽ താഴെ പത്മാസനത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു കസേരയിൽ സ്റ്റഡി ആയിട്ടിരിക്കുകയോ ആകാം. അങ്ങനെ സ്റ്റഡി ആയിട്ടിരുന്നതിന് ശേഷം സാവധാനം ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം നിയന്ത്രിതമായ അളവിൽ ഒരു ദീർഘശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനെ എടുക്കുന്ന ആ ദീർഘശ്വാസം പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു നിമിഷം ആ ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ തങ്ങി നിർത്തണം. അതിനുശേഷം ഏകദേശം അതേ അളവുകൾ ആ ശ്വാസം പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടണം. തുടക്കത്തിൽ ഇത് ഒരേ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ പരിശീലനത്തിലൂടെ ക്രമേണ ഉള്ളിലേക്കൊരു ദീർഘശ്വാസം എത്ര സെക്കൻഡുകൾ കൊണ്ടെടുക്കുന്നുവോ ഏറെക്കുറെ അതേ അളവിലുള്ള ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിടുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ 15 പ്രാവശ്യം വീതം തുടക്കത്തിൽ ചെയ്യുക. ആരംഭ ദിവസം മുതൽ ഒരു ദീർഘശ്വാസം ഉള്ളിലോട്ട് 1 നിമിഷം ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നു, പിന്നീട് ഒരു ദീർഘനിശ്വാസം. ഇത് 15 പ്രാവശ്യം ആവർത്തിക്കണം. ആദ്യത്തെ ദിവസം 15, രണ്ടാമത്തെ ദിവസം 15, അങ്ങനെ ഒരു 2 ആഴ്ച 15 പ്രാവശ്യം വീതം ഈ ശ്വസന നിയന്ത്രണ പ്രാണായാമം ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം 15 തവണ ഈ ശ്വാസോച്ഛ്വാസം ചെയ്ത് നിർത്തിയതിന് ശേഷം പൂർണ്ണമായ റിലാക്സിംഗ് മൂഡിൽ, പരിപൂർണമായ ശാന്തമായ അവസ്ഥയിൽ കുറച്ചു നേരം വെറുതെ ഇരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വന്നെന്ന് വരും. പക്ഷെ അതൊന്നും നമ്മൾ ഫോഴ്സ്ഫുള്ളി തടയാനായിട്ട് ശ്രമിക്കണ്ട. നമ്മൾ ബലമായി നമ്മുടെ ചിന്തകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കണ്ട. ഓരോരുത്തരുടെയും ജീവിത ചുറ്റുപാടുകൾക്കനുസരിച്ച് പല പല ചിന്തകളാകാം വരുന്നത്. അതെന്തുമാകട്ടെ, നമ്മൾ അതിനെ ബലമായി തടയാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. ആദ്യത്തെ ദിവസം ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കണം. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഇങ്ങനെ തുടരുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ മനസ്സിലേക്ക് പാഞ്ഞു വരുന്ന ചിന്തകളുടെ അളവ് കുറയും. ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ നമ്മുടെ മനസ്സ് ശാന്തമായി തീരുന്നതായിട്ട് കാണാം. അപ്പോൾ ദീർഘ ശ്വാസോച്ഛ്വാസ പ്രാണായാമം ചെയ്തതിന് ശേഷം കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കുക. അതിനുശേഷം വേണം നമ്മൾ വിഷ്വലൈസേഷൻ നടത്താൻ. നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യം, നമ്മളുടെ ഡ്രീം എന്താണോ അത് ആദ്യം ഒരു 5 മിനിറ്റ് നേരം ശക്തമായി നമ്മൾ ആ ഡ്രീം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. തുടക്കത്തിൽ പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ഡ്രീം, നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ഭാവനയിലുള്ള ദൃശ്യം ചിതറിപ്പോകുന്നതായിട്ടൊക്കെ തോന്നും. ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടുതൽ കൂടുതൽ ദൃഢതയിലോട്ട് വരികയും ഒടുവിൽ നമ്മളുടെ വ്യക്തമായ ഭാവന നമുക്ക് നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇതേ രീതിയിൽ കുറച്ച് ദിവസങ്ങൾ തുടരുക. നന്ദി, നമസ്കാരം.